മാഘമാസത്തിലെ കേരളത്തെ സംബന്ധിച്ച് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ സന്ധ്യയ്ക്ക് ശേഷം ചതുർദശി വരുന്ന ദിവസമാണ് ശിവരാത്രി വ്രതമെടുക്കുന്നത്. സത്യത്തിൽ എല്ലാ മാസത്തിലുമുണ്ട് ശിവരാത്രി. എല്ലാ ചന്ദ്രമാസത്തിലും ത്രയോദശി കഴിഞ്ഞു വരുന്ന ദിവസം ശിവരാത്രിയാണ്. ഒരു വർഷത്തിൽ 12 13 ശിവരാത്രികളും ഉണ്ടാവാം. മാഘമാസത്തിലെ ശിവരാത്രിയാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ ചന്ദ്രനെ മനസ്സായും സൂര്യനെ ആത്മാവായുമാണ് കൽപ്പിക്കുന്നത്. ഭൂമിയിൽ വസിക്കുന്ന നമ്മുടെ മനോഗതികളെ നിയന്ത്രിക്കുന്നതിൽ ചന്ദ്രന് വളരെയധികം സ്വാധീനമുണ്ടെന്നത് പ്രസിദ്ധമാണല്ലോ. മനകാരകനായ ചന്ദ്രൻ ജീവകാരകമായ ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ സ്വാധീനം ചെലുത്തുന്ന സന്ദർഭമാണ് ശിവരാത്രി കാലം. ജീവന് മനസ്സിനെ ജയിച്ച് പരമപദത്തിലേക്ക് ഉയരാൻ പ്രപഞ്ചശക്തികൾ തന്നെ അനുകൂലമായി നിൽക്കുന്ന ദിനമാണിത്. ഈ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ശിവരാത്രി നാളിൽ പരമാവധി ഭഗവത് സ്മരണയോടെ കഴിയാൻ നാം ശ്രമിക്കണം. പൊതുവെ ശിവരാത്രി ദിവസങ്ങളിലാണ് ആശ്രമങ്ങളിൽ സന്യാസ ദീക്ഷ നൽകപ്പെടുന്നത്. ജ്ഞാനവൈരാഗ്യമൂർത്തിയാണ് ശിവൻ എന്നതുകൊണ്ടാവാം ആ ദിവസം അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യ ഗുരുവായ ദക്ഷിണാമൂർത്തിയും ശിവാവതാരമാണല്ലോ. വ്രതശുദ്ധിയോടെയാണ് ശിവരാത്രി ദിനത്തിൽ നാം അമ്പല ദർശനം നടത്തേണ്ടത്. 2 തരത്തിലാണ് വ്രതമനുഷ്ഠിക്കുക: ആന്തരിക വ്രതവും ബാഹ്യവ്രതവും. എല്ലാ വ്രതങ്ങളിലും ചില നിയമങ്ങൾ സാമാന്യമായി പാലിക്കപ്പെടേണ്ടതായുണ്ട്. ആന്തരിക വ്രതം ക്ഷമ, സത്യം, ദയ, ദാനം, ശുചിത്വം, ഇന്ദ്രിയ നിയന്ത്രണം, ഓരോ വ്രതവുമായി ബന്ധപ്പെട്ട ദേവതയെ പൂജിക്കൽ, അഗ്നിഹോത്രം, സന്തോഷം, അസ്തേയം എന്നിവയാണവ. ഇവയില്ലാതെ ചെയ്യപ്പെടുന്ന വ്രതം പൂർണ്ണമാവുന്നില്ല. ആന്തരിക വ്രതത്തോടൊപ്പം തന്നെ ശിവരാത്രിയിൽ ബാഹ്യവ്രതവും പ്രധാനമാണ്. ഉപവാസം, മന്ത്രജപം, ജാഗരണം, ശിവപുരാണ പാരായണം തുടങ്ങിയവയാണ് ബാഹ്യവ്രതങ്ങൾ. ശിവരാത്രിയുടെ തലേദിവസം ഗൃഹം ശുദ്ധീകരിക്കണം. വ്രതമെടുക്കുന്നവർ തലേദിവസം രാത്രി ലഘുഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ശിവരാത്രി വ്രതം പൂർണ്ണമാകണമെങ്കിൽ ഉപവാസവും അനുഷ്ഠിക്കണം. ഉപസമീപേ വാസ ഇതി ഉപവാസ എന്ന അർത്ഥമെടുത്താൽ സമീപത്ത് വസിക്കുക എന്നതാണ് ഉപവാസം. എന്തിൻ്റെയെങ്കിലും ബാഹ്യ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നാം സമീപത്തായെന്ന അർത്ഥമില്ല. മാത്രവുമല്ല, ഭഗവാൻ നമ്മിൽ നിന്ന് അകലത്തിലുമല്ല. ഹൃദയനിവാസിയായ ഭഗവാന്റെ സ്മരണയുണ്ടെങ്കിൽ നമ്മൾ സദാ ഭഗവാനോട് ചേർന്നവരായി. ഈ ഹൃദയൈക്യമാണ് ശരിയായ ഉപവാസം. എന്നാൽ വ്രതത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ആഹാരത്യാഗത്തെയും ഉപവാസമെന്ന് പറയും. ഇവിടെയും ശ്രദ്ധിക്കണം, ആഹാരം എന്നാൽ വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല. സകല ഇന്ദ്രിയങ്ങളിലൂടെയും നാം സ്വീകരിക്കുന്നതെല്ലാം ആഹാരമാണ്. പ്രജ്ഞ ബഹിർമുഖമാകുന്നതിലും ഈശ്വരനിൽ നിന്ന് അകലുന്നതിലും ഇന്ദ്രിയവൃത്തികളുടെ ബാഹ്യസഞ്ചാരം കാരണമായി തീരുന്നു. അവയെല്ലാം വിഷയവ്യാപാരത്തിൽ നിന്ന് ഉപമിപ്പിച്ച് ഈശ്വരോന്മുഖമാക്കി തീർക്കുക എന്നതാണ് ശരിയായ ഉപവാസം. എന്നാൽ പൊതുവെ വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി ഭക്ഷണത്തെ ഒഴിവാക്കുന്നതാണ് ഉപവാസം എന്നതിന് സാധാരണ മനസ്സിലാക്കപ്പെടുന്ന അർത്ഥം. ആ അർത്ഥത്തിലാണ് ഇവിടെ ഇനി ഉപവാസം എന്ന് പറയുന്നത്. ശിവരാത്രിക്ക് ജലപാനം പോലുമില്ലാതെ പൂർണ്ണോപവാസം എടുക്കുന്നത് അത്യുത്തമമാണ്. എന്നാൽ ശരീരസ്ഥിതി അനുവദിക്കാത്തവർക്ക് ജലാഹാരമോ ഫലാഹാരമോ ഒക്കെ യുക്തം പോലെ കഴിക്കാം. അതിനും പറ്റാത്തവർക്ക് ഒരിക്കൽ ഉണ്ടുകൊണ്ട് വ്രതമനുഷ്ഠിക്കാവുന്നതാണ്.